അമ്മയ്ക്ക് അത് എടുത്തിട്ട് മതിയാവാനില്ല, അതാണ്. തനിമലയാളി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിലൂടെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററും ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറുമാണ് ഐശ്വര്യ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലോ അല്ലേ? അപ്പോൾ മഴയൊക്കെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇന്നിടാം നാളെ ഇടാം അങ്ങനെ വിചാരിച്ച് അവസാനം ഞാനിപ്പം ആ ഒരു തീരുമാനത്തിലേക്ക് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് ഇടാതിരുന്നാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പാറുവിൻ്റെ സ്കൂൾ ലൈഫിലത്തെ അവസാനത്തെ ആനുവൽ ഡേയുടെ വീഡിയോ ആണ്. ആനുവൽ ഡേ ആണ് കേട്ടോ. ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിരുന്നിരുന്നത് ഈ ഒരു സമയം വരെ ആയി. അപ്പോൾ ഇവിടെ ആനുവൽ ഡേ 2 ദിവസമായിട്ടാണ് കേട്ടോ നടക്കുക. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ആനുവൽ ഡേ തന്നെയാണ്. അപ്പോൾ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഈ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരിക്കും 2 ദിവസത്തെ പ്രോഗ്രാംസില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് അതിലത്തെ പ്രോഗ്രാംസൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ. ചെല്ലേ പോയി കഴിച്ചു. ആനുവൽ ഡേ നടക്കുന്ന സമയത്ത് ഫുഡ് കോർട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം സ്കൂളിലത്തെ കുട്ടികൾ തന്നെ അവിടെ അവരുടെ കുക്കിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിറയെ സ്നാക്സുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്ത് വേറെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നിറയെ ഭക്ഷണമൊക്കെ കഴിക്കാമെന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തിൽ ആ സ്കൂളിൽ പല പ്രോഗ്രാംസുകളിൽ ഇങ്ങനെ വിൻ ചെയ്ത കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് അവിടെ ഇങ്ങനെ നിറയെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ ഈ ഫോട്ടോൻ്റെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് സ്റ്റക്കാവും. അതങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര പ്രൗഡാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ മറ്റുള്ള പ്രോഗ്രാംസ് ഒന്നും കാണിച്ചിട്ടില്ല, കാരണം ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ അപ്പോൾ പാറുവിൻ്റെ അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നത് പാറുവിന് സഹോദയയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള അവരുടെ നാടൻ പാട്ടിൻ്റെ ടീമുണ്ട്. അവരുടെ നാടൻ പാട്ടാണ്.
Good evening, Valanjari. I hope you all enjoyed the first day of Meraki Tokyo 26. And I would like to extend my sincere gratitude to all my dear parents who are here to support us. And of course, I would like to thank all the teachers for your tireless effort behind the success of day one, especially the Montessori pre-primary and primary students were rocking on the first day of Meraki 2K26. And in fact, ഈ മെറാക്കി അല്ല നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ നാടിൻ്റെ ഒരു ആഘോഷമാണ് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ചില രക്ഷിതാക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ നമ്മുടെ ആനുവൽ ഡേക്ക് വേണ്ടി മാത്രം ഗൾഫിൽ നിന്ന് 2 ദിവസമൊക്കെ ലീവ് എടുത്ത് വന്നു നമ്മളോട് കൂടി ചേരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. A big thanks from the part of the management, staff and students of MES Valanjeri, Central School Valanjeri. And tomorrow it's yet another day of spectacular performance from our senior students. I welcome all my dear loving parents and students and the community of Valanjeri to Dr. N.K. Mohammed Memorial MES Central School Valanjeri with the second day of Meraki 2K26. I wish you all a happy good night. അങ്ങനെ ഫസ്റ്റ് ഡേ ആനുവൽ ഡേ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിലൊന്നും കാണിക്കാത്തതാണ്. ഇന്ന് ഉണ്ടായിട്ടുള്ളത് മോണ്ടിസറി പ്രീ പ്രൈമറി അതുപോലെ തന്നെ പ്രൈമറി കുട്ടികളുടെയൊക്കെ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഡേ ആണ് പാറുവിൻ്റെ ഒക്കെ ക്ലാസ്സിൻ്റെ വരുന്നത്. സുന്ദരിക്കുട്ടി ആനുവൽ ഡേക്ക് പോവാണ്. ഇന്നാണ് നമുക്ക് പൊളിക്കാനുള്ള ദിവസം. മൊത്തത്തിലൊന്ന് കാണട്ടെ, ഒന്ന് കറങ്ങിക്ക്. നല്ല കളറ്, നല്ല ഭംഗിയുണ്ട്. യെസ്. ഫോട്ടോ എടുക്കണോ? ഫോട്ടോ വേണോ? അങ്ങനെ ഡേ ആനുവൽ ഡേൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അത് പാറുദേ നേരത്തെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഞാനും പ്രതും അമ്മയും കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ആകെ കാണിച്ചത് പാറുവിൻ്റെ മാത്രമാണ്. മുഴുവൻ കുട്ടികളുടെ പ്രോഗ്രാം നമ്മൾ കാണിക്കാനായിട്ട് നമുക്കൊരു മിനിമം 1 hour, ഒരു 5 സെക്കൻഡ് വെച്ചിട്ടെങ്കിലും ഓരോ പ്രോഗ്രാം കാണിച്ചിട്ടെങ്കിൽ മിനിമം 1 hour എടുക്കും. അത്രയും പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് കൂടുതൽ പാറുവിൻ്റെ കാണിക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നോക്കുന്നുള്ളൂ. Touch our hearts and emotions and transport us to the world of memories. Next we have a Malayalam song by Niyukta and Prathana. പാട്ട് കേൾപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വരും. ആ കാരണം കൊണ്ടാണ് പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്തത് കേട്ടോ. അതൊരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഈ ആനുവൽ ഡേ നടന്ന സമയത്ത് ഇത് ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പാട്ട് ഏതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സോങ്. അമ്മയ്ക്ക് അത് എടുത്തിട്ട് മതിയാവാനില്ല, അതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പോലും ഈ കുട്ടികളെന്നൊക്കെ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാറുവിൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും. എനിക്ക് പക്ഷേ ഇവരെന്നെ എല്ലാവരെയായിട്ടും നല്ല പരിചയമുണ്ട്. ഇങ്ങനെ സ്കൂളിൽ പോയിട്ടും അങ്ങനെ കണ്ടിട്ടും സഹോദയൊക്കെ ആയിട്ട് നല്ലോണം പരിചയമായിട്ട് എനിക്ക് ഈ മക്കളേനെ എല്ലാവരെയായിട്ടോ. ഇപ്പോൾ കാണിക്കും. ഇത് നമ്മൾക്ക് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാ പാറു. പാറുവിനെ ഒന്ന് ജസ്റ്റ് കാണുന്നവരെ ഇപ്പോൾ വരും. പാറു അതാ പാറു. വന്നു ഈ ആനുവൽ ഡേൻ്റെ ഇനോഗ്രേഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു ദിവസത്തെ ചീഫ് ഗസ്റ്റ് കളക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് നേരം ഇനോഗ്രേഷൻ്റെ ആ ഫംഗ്ഷനും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽക്കം ഡാൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഓർമ്മയില്ലേ പാറുവിൻ്റെ ടീമൊക്കെ ആയിരുന്നു
വെൽക്കം ഡാൻസിൻ്റെ ഈ വർഷം വേറെ കുട്ടികളാണ്, ഇവർ +2 ടീമല്ലേ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള ഡാൻസായിരുന്നു, നല്ല പാട്ടൊക്കെയാണ്. പക്ഷെ അതൊന്നും എനിക്കിവിടെ കേൾപ്പിക്കാൻ പറ്റില്ല. നല്ല ഡാൻസാണ്, നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇനി പിന്നെ കുറേ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ വേറെ സ്കൂളിലത്തെ കുറേ കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറേ ഇനോഗ്രൽ ഫംഗ്ഷൻ അതൊക്കെയാണ് കേട്ടോ. മലപ്പുറം സഹോദയ സ്കോളർഷിപ്പ് എക്സാം 2025, പ്രാർത്ഥന സജിത്ത് ഓഫ് +2 ബാക്ക് 4th റാങ്ക്, അബ്രാം വിനായക് ഓഫ് 8th back 5th rank, Parvanendu Rijit of 6th, and Mariam Hamda of 4th standard back 6th rank in the district in the same examination. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, അടിസ്ഥാന സാക്ഷരത, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നൊക്കെയുള്ള ആ ഒരു ഫസ്റ്റേജ് ഗോളുകൾ വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. Executive Member MES Kerala to Topaz House. May I request the teachers, captains and vice captains of Topaz House to be present on the stage, please. Thank you, sir. Congratulations, Topaz. ഇനി നിങ്ങൾക്ക് വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കാണിക്കട്ടെ. ആ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ബാക്കി കണ്ടു നോക്കൂ. അവിടെ ഔട്ട്സ്റ്റാൻഡിങ് അലുമിനി പറഞ്ഞിട്ട് ഒരു അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആൾ നമ്മുടെ നാട്ടുകാരും കൂടെ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എന്തായാലും കണ്ടു നോക്കാം. ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഐശ്വര്യനാഥ് ഇപ്പോൾ ആംസ്റ്റർഡാമിലാണ്. അവരുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ തന്നെ 13th ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. 7th സ്റ്റാൻഡേർഡ് വരെ നമ്മുടെ സ്കൂളിൽ പഠിച്ചു. ശേഷം കൊച്ചി SCMS കോളേജിലായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദമൊക്കെ പാസ്സാക്കി മുന്നോട്ട് പോയിരുന്നത്. ബൈജൂസ് ലേണിംഗ് ആപ്പിൽ ബിസിനസ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ആംസ്റ്റർഡാമിൽ ജോലി ചെയ്ത് വരുന്നു. തനി മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിലൂടെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററും ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറുമാണ് ഐശ്വര്യ. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഹെൽത്ത് ആൻഡ് വെൽനസ് ക്ലിപ്സും എൻഗേജിങ് കണ്ടന്റ് ഒക്കെയായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നിൽക്കുകയാണ് ഐശ്വര്യയാണ് 2025 ഔട്ട്സ്റ്റാൻഡിംഗ് അലുമിനി ഓഫ് ദ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ടാൾക്കും അലുമിനിയുടെയും ഈ സ്ഥാപനത്തിൻ്റെ മീഡിയയിലെ എല്ലാവിധ അഭിനന്ദനം നേരുന്നു. നന്ദി, നമസ്കാരം, സ്നേഹം. Thank you, sir, and thank you, Pushpa ma'am. 2024 ഔട്ട്സ്റ്റാൻഡിംഗ് അലുമിനി ഓഫ് ദ ഇയർ ആയിട്ട് നൽകുവാൻ വേണ്ടി അഭിമാനപൂർവ്വം ഖുദ്റത്തുള്ള മഷ്കൂർ ഔട്ട്സ്റ്റാൻഡിംഗ് അലുമിനി ഓഫ് ദ ഇയർ 2024. പാറു പഠിച്ച MESലാണ് നമ്മളെ തനി മലയാളിയിലെ ഐശ്വര്യ, അതായത് നമ്മുടെയൊക്കെ ഐഷു പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആൾ നമ്മുടെ നാട്ടുകാരിയാണ് കേട്ടോ, വളാഞ്ചേരി. നീ എന്തിനാണ് മോനെ? ഇതാണ് തിരുവനന്തപുരം. നന്നായി കണ്ടിട്ട് വാ പോരി. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിൽ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. അങ്ങനെ ഇനോഗ്രൽ ഫംഗ്ഷൻ, അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് ശരിക്കും വലിയ കുട്ടികളുടെ പ്രോഗ്രാംസ് എല്ലാം വരുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഒരു തീമുണ്ട്. അതായത് കേരളത്തിലെ 14 ജില്ലകളും എടുത്തിട്ട് ആ ഒരു ജില്ലകളെ വെച്ചിട്ടുള്ളൊരു തീം വെച്ചിട്ടാണ് ഇനിയുള്ള പ്രോഗ്രാംസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഒന്നും അധികം കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ എല്ലാം കട്ട് ചെയ്ത് വളരെ ചുരുക്കിയിട്ടാണ് കാണിക്കുന്നത്. മുകളിൽ വല്ല റീൽസ് എടുത്തിരിക്കുന്നുണ്ടാവും. അങ്ങേർക്ക് ഇതിന്റെ വല്ല ചിന്തയുണ്ടോ? ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാനിവിടെ മണിക്കൂറുകളായി റീൽ എടുത്തോണ്ടിരിക്കുക. നാളെ പോസ്റ്റ് ചെയ്യാനുള്ളതാ. അതും മുളമായി. അളിയ,
നിങ്ങളിവിടെ റീൽസ് കൊടുത്തിരുന്നു. ആ ചെക്കനെവിടെ? ഇപ്പോഴും റെഡി ആയില്ല, നേരത്തിനവിടെ എത്തുള്ളൂ. മാമൻ വന്നോ? ഞാനേ റെഡി ആവുമായിരുന്നു. എന്നിട്ട് നീ റെഡിയായ പോലെയാണോ ഈ കാണുന്നത്? നീ ഇന്ന് എങ്ങോട്ടാ പെണ്ണ് കാണാൻ പോകുന്നത് വല്ല ബോധമുണ്ടോ? കൊച്ചിക്കാണ്, കൊച്ചിക്ക്. കൊച്ചിയിലെ പെണ്ണുങ്ങളും സാധാരണ പോലെയല്ല, അവരൊക്കെ നല്ല പരിഷ്കാരികളാ. നിന്റെ ഈ പശു നക്കിയ ഹെയർ സ്റ്റൈലും നെയ്യിൽ പൊരിച്ച ഷർട്ട് കണ്ടാലൊന്നും അവര് വീഴില്ല. അവർക്ക് നല്ല മോഡേൺ ചെക്കന്മാരാ ഇഷ്ടം. നിങ്ങൾക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ അവരങ്ങ് സംസാരിക്കട്ടെ. ഏയ്, അവനങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടം എന്താണോ അതന്നെ അവന്റെ ഇഷ്ടം. നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടടാ? ഇല്ല അച്ഛാ, എല്ലാ അച്ഛൻ തീരുമാനിക്കുന്നത് പോലെ സ്നേഹത്തിലാണ്. ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയ്യാ സോറി, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ കുട്ടികളുടെ താല്പര്യം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. കുട്ടി മാരീഡാണോ? The icons, the leaders, the class 12 seniors. This is more than a performance. It's their final act, their goodbye to this stage and their gift to all of us. They've ruled these corridors for years, and tonight they're bringing all the seniors back into a single fusion masterpiece. Ladies and gentlemen, please get on your feet. Let's give the loudest cheer of the night to the legends of class 12. Seniors, the floor is yours. ഇനി വരുന്നതാണ് കേട്ടോ പാറുവിൻ്റെ ക്ലാസ്സിൻ്റെ ഡാൻസ്. ആക്ച്വലി എനിക്കിത് മുഴുവൻ കാണിക്കണമെന്നുണ്ട്, കാരണം അത്ര അടിപൊളിയായിരുന്നു. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് കാരണം പാട്ട് വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം കേട്ടോ.
എൻ്റെ ടീമിൻ്റെ കുട്ടി കലാശത്തോട് കൂടിയിട്ട് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ടീച്ചേഴ്സിൻ്റെ ഡാൻസാണ് കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും കാണാൻ ഭയങ്കര രസമായിരുന്നു. അതും ഒരുപാട് ടീച്ചേഴ്സിലല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ 2-3 ടീമായിട്ടൊക്കെ തന്നെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, എല്ലാം അടിപൊളി ഡാൻസുകളായിരുന്നു. അപ്പോൾ അവരുടെ ആ പ്രോഗ്രാമോട് കൂടിയിട്ട് പിന്നെ ആനുവൽ ഡേൻ്റെ എല്ലാ പ്രോഗ്രാംസും അവസാനിക്കുകയാണ്. ആളൊഴിഞ്ഞ് കടവൊഴിഞ്ഞ്, പക്ഷേ എൻ്റെ മുമ്പിൽ ആളൊഴിഞ്ഞിട്ടില്ല, കടവൊഴിഞ്ഞിട്ടില്ല. That is the spirit of Valanjeri, that is the spirit of Meraki, and that is the spirit of my students, that is the spirit of my teachers, that is the spirit of my management, and it is one and only Dr. M.K. Memorial MES Central School, Valanjeri. My dear students, my dear teachers, my dear management members, and the whole people of Valanjeri, we salute you for your presence. And it's indeed a wonderful day. Meraki 2K26, we are going to see next year for another spectacular show, the cultural extravaganza. Wait for 2027, yet another annual day. Thank you very much. God bless. Thank you. Good night. Thank you. അങ്ങനത്തെ 2 ദിവസത്തെ ആനുവൽ ഡേ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ പ്രോഗ്രാംസ് ആയിരുന്നു. ഞങ്ങൾ പാറുവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇതേ രാത്രി തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ 2 മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പം. ഇത്രയും മാസങ്ങൾ ലേറ്റായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പാറുവിൻ്റെ ലൈഫിൽ തന്നെ സ്കൂൾ ലൈഫിലത്തെ ഏറ്റവും നല്ലൊരു മെമ്മറിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും ഒരു നല്ല ഓർമ്മയായിട്ട് നമ്മളുടെ ചാനലിൽ അങ്ങനെ കിടക്കട്ടെ എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്കൂൾ ലൈഫിലത്തെ അവസാനത്തെ ആനുവൽ ഡേ അതൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു ആനുവൽ ഡേ തന്നെ ആയിരുന്നു. അവർ ഫ്രണ്ട്സ് ആണെങ്കിലും പാറു എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല മെമ്മറി ആയിട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വളരെ ചുരുക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇത് ശരിക്കും ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 1 hourൽ മേലെ 1.5 മണിക്കൂറിൽ മേലെ ഉള്ള ഒരു വീഡിയോ ഉണ്ട് ശരിക്കും ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനത് ചുരുക്കിയാണ് കുഞ്ഞാക്കിയിട്ട് ഇങ്ങനെ ആക്കി ചെയ്തത്. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.